ഹേ ഗൈസ്, അസ്സാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കുറേ നാളായി ഇതുപോലത്തെ ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ കുക്കർ മന്തിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ അരി കുതിർക്കാൻ വെക്കുക. അപ്പോൾ ഞാനിവിടെ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. അതങ്ങോട്ട് മാറ്റി വെക്കുക. ഇനി ഇതിൻ്റെ ഒരു മിക്സ് റെഡിയാക്കാനായിട്ട് ഒരു മിക്സിയുടെ ജാറിലോട്ട് കുറച്ച് മല്ലിയില, ഒരു ചെറിയ സവാള, ഒരു വലിയ മീഡിയം സൈസിലുള്ള ഒരു തക്കാളി, പിന്നെ വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊരു 2 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് ഒരു പച്ചമുളക് 2ആയി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു മാഗി ക്യൂബും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇത് നല്ലപോലെ അടിച്ചതിന് ശേഷം അതങ്ങോട്ട് മാറ്റി വെക്കുക. ഇനി ഒരു പാന് ചൂടാക്കി അതിലോട്ട് കുറച്ച് സ്പൈസസ് ഇട്ട് കൊടുക്കാനുണ്ട്. 1 ടീസ്പൂൺ മല്ലി ഇട്ട് കൊടുക്കുക. പിന്നെ 1/2 ടീസ്പൂൺ ചതച്ച ചെറിയ ജീരകം ഇട്ട് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ഇവിടെ കുറച്ച് ഞാൻ കുരുമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ചൂടായതിനു ശേഷം അതങ്ങോട്ട് മാറ്റി വെക്കുക. കരിയാതെ നോക്കണം. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് കുക്കറിലാണ്. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതങ്ങോട്ട് ഇട്ട് കൊടുക്കുക. നേരത്തെ അടിച്ചെടുത്ത മിക്സും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. അത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കണ്ട, അതിൻ്റെ പകുതി അങ്ങോട്ട് മാറ്റി വെക്കുക. അതെന്തിനാണെന്ന് പിന്നെ പറയാം. അപ്പോൾ ഇതൊക്കെ മിക്സ് ആയതിനു ശേഷം അതിലോട്ട് നേരത്തെ നമ്മൾ ചൂടാക്കി വെച്ച സ്പൈസസും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. അത് മുഴുവനും ഇട്ട് കൊടുക്കണ്ട, അതിൽ നിന്നും കുറച്ച് മാറ്റി വെക്കാം. അപ്പോൾ ഇതിലോട്ട് ഞാൻ ഉപ്പ് ചേർക്കുന്നില്ല, അതിന് പകരം മാഗി ക്യൂബാണ് ചേർക്കുന്നത്. അപ്പോൾ അതും കൂടിയിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി 2 ക്യാപ്സിക്കം ഞാൻ മുറിച്ചിട്ടുണ്ടായിരുന്നു, അതിൽ നിന്ന് പകുതി ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബാക്കി പിന്നെ ചേർക്കാം. പിന്നെ കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുക. അത് ഞാൻ വീഡിയോയിൽ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ അതും കൂടി ഇട്ട് ഒരു വിസിൽ വരെ വേവിച്ചെടുക്കാം. അതിനുശേഷം ഇതുപോലെ അതിൽ നിന്ന് ചിക്കന് മാറ്റിയെടുക്കാം. ഇനി അതിൽ നിന്നുള്ള ബാക്കി വരുന്ന സ്റ്റോക്ക് ഉണ്ടല്ലോ, അതങ്ങോട്ട് മാറ്റി വെക്കുക. അത് അരി വേവിക്കുമ്പോൾ അതിലോട്ട് ഒഴിച്ചു കൊടുക്കാനാണ്. അപ്പോൾ അതങ്ങോട്ട് മാറ്റി വെക്കുക. ഇനി അതേ കുക്കറിൽ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ചെയ്തെടുക്കാം. ഇനി സെയിം കുക്കറിൽ തന്നെ നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ കഴുകിയിട്ടൊന്നുമില്ല, അതേ കുക്കറിൽ തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നുള്ളത്. ഇനി അതിനാവശ്യമായിട്ടുള്ള ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി കുറച്ച് സ്പൈസസ് ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ ഗ്രാമ്പൂ, പട്ട, അതുപോലത്തെ സ്പൈസസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കുരുമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലോട്ട് ബാക്കിയുള്ള ക്യാപ്സിക്കം മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക. ഒരു ഡ്രൈ ലെമൺ കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിൽ സവാള ആവശ്യമില്ല, അതിന് പകരം ക്യാരറ്റാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ 2 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ എരിവിനാവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി കൂടി. ഇനി ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നിങ്ങൾക്കിത് കാണുന്നുണ്ടോയെന്ന് അറിയില്ല, രാത്രി ആയതുകൊണ്ട് കുറച്ച് ലൈറ്റിൻ്റെ ഒക്കെ പ്രോബ്ലംസ് ഉണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്ന സ്റ്റോക്ക് ഉണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുക്കുക. അതിന് അരിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളമാണ് ആവശ്യമായിട്ടുള്ളത്. അതിന് 1/2 കപ്പ് ഞാനിവിടെ സ്റ്റോക്കും കൂടി എടുത്തത് കൊണ്ട് 1 കപ്പ് വെള്ളവും 1/2 കപ്പ് സ്റ്റോക്ക് ഒഴിച്ചിട്ടുണ്ട്. അത് നല്ല പോലെ ഒന്ന് തിളച്ച് വന്നതിന് ശേഷം മാത്രം അരി ഇട്ട് കൊടുക്കുക. അതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഉപ്പൊന്ന് ചെക്ക് ചെയ്യുക. അതിനുശേഷം അടച്ചു വെച്ച് 1 വിസിൽ വരെ കുക്ക് ചെയ്തെടുക്കുക. അത് റെഡിയാകുമ്പോഴേക്കും നമുക്ക് നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ വേവിച്ചെടുത്ത, അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ മിക്സും പിന്നെ കുറച്ച് സ്പൈസസും കൂടി മിക്സ് ചെയ്ത് ഒരു പാനിലോട്ട് ഓയിൽ ഒഴിച്ച് അതും കൂടി ഇട്ട് നല്ല ചൂടായതിനു ശേഷം അതിലോട്ട് ചിക്കൻ ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ മസാലയൊക്കെ അതിൽ നല്ല പോലെ ഒന്ന് പിടിച്ച് കിട്ടും. അത് നല്ലൊരു ടേസ്റ്റാണ് അങ്ങനെ കഴിക്കാനായിട്ട്. ഒരു അൽഫാമിൻ്റെ ഒക്കെ ടേസ്റ്റാണ് കിട്ടുന്നത്. അപ്പോൾ ബാക്കിയുള്ളതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. എല്ലാം കൂടി റെഡിയായി വന്നിട്ടുണ്ട്. അതങ്ങോട്ട് മാറ്റിയേക്കാം. ഇനി നമുക്ക് റൈസ് എന്തായെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഒരു വിസിലായിട്ടുണ്ട്. കുറച്ച് സമയം ഞാൻ അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം നല്ല പോലെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. റൈസൊക്കെ നല്ല ഒറ്റ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് സ്മോക്കി ചെയ്യാം. റൈസ് നിരത്തി കൊടുത്ത് അതിൻ്റെ മുകളിലിട്ട് നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കുക. ഇനി അതിൻ്റെ നടുവിലായിട്ട് ചാർക്കോൾ വെച്ച് കൊടുത്ത് അതിൻ്റെ മുകളിൽ ഓയിലും കൂടി ഒഴിച്ച് നല്ല പോലെ ഒന്ന് അടച്ച് വെക്കുക. ഒരു 10 മിനിറ്റോളെങ്കിലും ദം ചെയ്ത് വെക്കുക. പിന്നെ അത് തുറക്കുമ്പോൾ അതിൻ്റെ ഒരു നല്ലൊരു സ്മെല്ലാണ് വരുന്നത്.
അത് കാണുമ്പോൾ തന്നെ നമുക്ക് കഴിച്ചാൻ തോന്നും. അത്രയ്ക്കും നല്ല ടേസ്റ്റിലാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇത് മസ്റ്റായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിന് വലിയ പേരൊന്നുമില്ല, ഞാൻ കൊടുത്തിട്ടുള്ളത് തട്ടിക്കുട്ടി മന്തി എന്നാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ ചട്നിയും ഉണ്ടാക്കിയിട്ടുണ്ട്, തക്കാളി ചട്നിയും മയോണീസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് കമൻറ്റിലൂടെ അറിയിക്കുക ഫീഡ്ബാക്കൊക്കെ. അപ്പോൾ ഇതുപോലത്തെ റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.